അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഒടുവിൽ പെന്റഗൺ സമ്മതിച്ചു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബന്ധമാണ് അറേബ്യൻ രാജ്യങ്ങളുമായി അമേരിക്കക്കുള്ളത്. ആ സൗഹൃദ ബന്ധത്തിൽ രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗം വലിയ തരത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ അത് കാരണമായിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആശ്രയ ബന്ധമാണ് അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും പുലർത്തിയിരുന്നത്. ഇന്ന് അവസ്ഥകൾക്കും സ്ഥിതികൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയുടെ ഒരു തുടർചലനം എന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഥവാ തലങ്ങും വിലങ്ങും ഇറാനിൽ നിന്നുണ്ടാകുന്ന ആക്രമണത്തെ തത്തുല്യമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ രഹസ്യമായിരിക്കുന്ന സൈനിക മേഖലകളും അവരുടെ ആയുധ സൂക്ഷിപ്പുള്ള ഏരിയകളും ചോർന്നു പോകുന്നു. അഥവാ അറബ് രാജ്യത്തുള്ള അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാന് ചോർത്തിക്കൊടുക്കുന്നവരുണ്ട്, അഥവാ ചാരപ്രവർത്തനം ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടി ഇറാന് ആക്രമിക്കാൻ സാധിക്കുന്നതും അമേരിക്കയുടെ മേഖല അപ്പാടെ തകരാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നത്. ഈ മേഖല പറയുന്ന സമയത്ത് ഖത്തറാണ് ഏറ്റവും വലിയ സൈനിക ബേസ് അമേരിക്കക്കുള്ളത്. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഖത്തറിലുള്ള ഉദൈദ സൈനിക ബേസ് നിലനിൽക്കുന്നത്. അറേബ്യൻ രാജ്യങ്ങൾ ഉടനീളം നിരീക്ഷണം നടത്താനും സൈനിക ആയുധ കൈമാറ്റം ചെയ്യാനും എല്ലാ കാലത്തും ഈ മേഖലയിൽ നിന്നാണ് പ്രതിപ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. ഇതിനെ നിരന്തരം ആക്രമിച്ചതോടുകൂടി സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോയി. സാറ്റലൈറ്റ് സംവിധാനം തകർന്നാൽ പിന്നീട് ശത്രുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരും. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഖത്തറിൽ നിന്ന് ഏറെക്കുറെ സൈനിക പിന്മാറ്റം അമേരിക്ക ആരംഭിച്ചു. അത് എത്തിക്കുന്നത് ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ജോർദാന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു. ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധമുള്ള ഇടപെടലുകളാണ് ജോർദാൻ രാജ്യത്തിൻ്റെ അകത്ത് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജോർദാനിൽ അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ അവസാനിക്കില്ല. UAE അടക്കമുള്ള അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ അമേരിക്കയുടെ സാന്നിധ്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നും ആയതിനാൽ നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും രാജ്യം വിട്ടു പോകണം എന്ന അഭിപ്രായം പറയുകയും ചെയ്തു. ഇപ്പോൾ സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങൾക്ക് നേരെയെല്ലാം വ്യത്യസ്ത കാലങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തിൻ്റെ പരിണത ഫലം ഭീകരമായിരുന്നു. ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുന്നു. അറേബ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കൻ സൈനിക ബേസ് ഉണ്ടാവുന്ന കാലത്ത് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന രാജ്യ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു പറയപ്പെട്ടത്. ഇറാൻ്റെ വിഷയം വന്ന സമയത്ത് ആ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് മാത്രമല്ല, ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ദയനീയാവസ്ഥയിലേക്ക് അറേബ്യൻ ലോകം എത്തപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസും അതിൻ്റെ സംവിധാനം എന്തെടുക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടും മാത്രമാണ് അമേരിക്കയ്ക്ക് ശരി.
മറ്റുള്ള ഒരു ശരികളും ഒരു കാലത്തും അമേരിക്ക ശരിവച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ രാജ്യത്തിലെ ഭരണകൂടം മാത്രമല്ല, അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും സൈനികരുമടക്കം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തതാണ്. അവരത് പറയാറുണ്ട്. രാജ്യരക്ഷയും രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ രക്ഷയും ഏത് തരത്തിലാണോ അതോടൊപ്പം ആണ് ചേർന്ന് നിൽക്കേണ്ടത്. അമേരിക്കയ്ക്കൊരിക്കലും തങ്ങളുടെ രാജ്യത്ത് സംരക്ഷിക്കാൻ സാധിക്കില്ലെന്ന് അറബ് രാജ്യം ഒന്നടങ്കം പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരു തലത്തിലേക്ക് ഈ പ്രതിസന്ധി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. നിരന്തരം ആക്രമണം ഖത്തറിന് നേരെ നടത്തിയ കാര്യം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന് സൈനിക ബേസ് പറിച്ചു നടാനുള്ള ആസൂത്രിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അമേരിക്ക ആരംഭിക്കുകയും ചെയ്തു. ഒരു ഖത്തർ കൊണ്ട് അത് അവസാനിക്കില്ല. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ഈ വിഷയങ്ങളുണ്ട്. രാജ്യത്തിലെ ഭരണാധികാരികൾ ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്താലും അവിടുത്തെ ജനങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പിന്നീട് ഇവിടേക്ക് വളരെ കൃത്യതയോടുകൂടി തന്ത്രപരമായി നീങ്ങുന്ന രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും. ചൈനയെയും റഷ്യയെയും യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിശ്വാസമാണ്. അവർ ചതിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ വെറും ഒരു ഹോർമുസുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇതൊരു കരാർ വ്യവസ്ഥ ലംഘിച്ചതുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. ഒരു തരത്തിലും കരാർ വ്യവസ്ഥ അംഗീകരിക്കാത്തൊരു സ്ഥിതി അമേരിക്ക ചെയ്ത സമയത്താണ് രണ്ടാം ഘട്ടം മാരകമായിരിക്കുന്ന യുദ്ധമുണ്ടായത്.